എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മാപ്പ്, നമ്മളൊരു സെൻസസ് മാപ്പ് നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കേരളത്തിലെ വില്ലേജുകളിലെ സർവേ നമ്പറുകൾ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂള് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ആ ടൂളിൽ ഏതെങ്കിലും ഒരു സർവേ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ 5 കിലോമീറ്റർ വരെ റേഡിയസിലുള്ള, അതായത് 1 കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെ റേഡിയസിലുള്ള സർവേ നമ്പറുകളെ ഒരു സർക്കിളിനകത്ത് കാണിക്കുന്നതിനുള്ള ഒരു ടൂളാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. ഇതൊരു മൊബൈൽ ഫ്രണ്ട്ലി ആണ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഈ വെബ്സൈറ്റ് എടുക്കുക. ഈ വെബ്സൈറ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, എഗേഷ് ബി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ വെബ്സൈറ്റ് ആദ്യം വരുന്നതാണ്, എഗേഷ് സ്പേസ് ബി. അതിൽ ടൂൾസ് മെനുവിലേക്ക് പോവുക. ടൂൾസ് മെനുവിൽ പ്രധാനപ്പെട്ട ടൂളുകളിൽ മറ്റു പ്രധാന ടൂളുകൾ എന്ന ഭാഗത്തേക്ക് സർവേ നമ്പർ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഈ സർവേ നമ്പർ ഫൈൻഡർ എന്ന ഓപ്ഷനകത്ത് ഇപ്പം ഞാൻ ഡിഫോൾട്ടായിട്ട് എൻ്റെ ലൊക്കേഷൻ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ വില്ലേജും എൻ്റെ വില്ലേജിലുള്ള നമുക്ക് വില്ലേജ് ബൗണ്ടറി ഉൾപ്പെടെയാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലിതായി ഈ കാണിക്കുന്നതാണ് വില്ലേജ് ബൗണ്ടറി. ഇത് പൂതക്കുളം വില്ലേജിന്റെ ബൗണ്ടറിയാണ് ഈ കാണുന്നത്. ഇതിവിടെ കോട്ടപ്പുറം വില്ലേജാണ്. അപ്പോൾ അങ്ങനെ ഓരോ വില്ലേജിന്റെ ബൗണ്ടറി നമുക്കിവിടെ വ്യക്തമായിട്ടൊരു ഡാഷ്ഡ് ലൈനിൽ, ഒരു ഡാഷ് ലൈനിനകത്ത് കാണിക്കും. അല്ലാതെ ഉള്ളത് സർവേ നമ്പറാണ്, FMB ആണത്. അപ്പോൾ ഞാനിവിടെ ഇത് ടൂള് മൊത്തത്തിലൊരു മൊത്തം നമ്പറുകളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇടത് സൈഡിൽ സർക്കിൾ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 1 കിലോമീറ്റർ റേഡിയസ് കൊടുത്തു കഴിയുമ്പോൾ സർക്കിൾ വരയ്ക്കാൻ മാപ്പിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 1 കിലോമീറ്റർ എന്നായി മാറും. ഞാൻ ഈ മാപ്പിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്താൽ വില്ലേജ് ഏതാണെന്നും നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന സർവേ നമ്പർ ഏതാണെന്ന് കാണിക്കും. ഒപ്പം ആ സർവേ നമ്പറിനെ ചുറ്റിപ്പറ്റിയ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള കംപ്ലീറ്റ് സർവേ നമ്പറുകളെയും റൗണ്ട് ചെയ്ത് കാണിക്കും. ഇതാണ് സംഭവം. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ മാപ്പിൽ നിന്നുകൊണ്ട് വില്ലേജ് ഏതെന്ന് അറിയാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന വില്ലേജ് ഏതാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിവരങ്ങൾ എടുത്തു. കോട്ടപ്പുറം വില്ലേജാണ്. കോട്ടപ്പുറം വില്ലേജിലെ സർവേ നമ്പർ 298 അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലമായി തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത വില്ലേജാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടവ വില്ലേജാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോർഷൻ ഇടവ വില്ലേജിൽ വരുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി മറ്റേതെങ്കിലും ഒരു വില്ലേജിൽ ക്ലിക്ക് ചെയ്യാണ്. മാപ്പ് ആ സർവേ നമ്പറിൽ ലോഡ് ചെയ്ത് വന്നുകൊള്ളും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ വർക്കല സർവേ നമ്പർ അതിനകത്ത് മിസ്സായിട്ടുള്ളതാണ് കാണിക്കുന്നത്. വേറെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചില സ്ഥലത്ത് സർവേ നമ്പർ മിസ്സായിട്ടുണ്ട്. അത് ഈ ഭുവന്റെ മാപ്പ് നമ്മളെടുത്ത് ലോഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ചില സർവേ നമ്പറുകൾ വരാത്തത്. അപ്പോൾ മെജോറിറ്റി നമ്പർ വന്നിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ നമുക്ക് ആ 1 കിലോമീറ്റർ റേഡിയസിലുള്ള കാണാൻ പറ്റും. മെജോറിറ്റിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ വെട്ടൂര്, ചെറുന്നിയൂര്. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടൂർ ചെറുന്നിയൂർ വില്ലേജ് സർവേ നമ്പർ 449. 449 ചുറ്റിപ്പറ്റിയുള്ള 1 കിലോമീറ്റർ റേഡിയസിലെ എല്ലാ സർവേ നമ്പറുകളെയും പ്രത്യേകം കളർ ചെയ്ത് കാണിക്കുന്നതാണ്. ഇത് 1 കിലോമീറ്റർ ഉണ്ട്, 2 കിലോമീറ്റർ ഉണ്ട്, 3 കിലോമീറ്റർ ഉണ്ട്, 4 ഉണ്ട്, 5 കിലോമീറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളത് കാണിക്കും. 5 കിലോമീറ്ററിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വായിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എവിടെയാണ് 2 വില്ലേജൊക്കെ കവർ ചെയ്ത് വരുന്നുണ്ട്. 2-3 വില്ലേജുകൾ അതിനകത്ത് കവറായി. വർക്കല, ചെമ്മരുതി, ഒറ്റൂര്, ചെറുന്നിയൂര്, മണമ്പൂര്, കീഴാറ്റിങ്ങൽ, കടക്കാവൂര് എന്നിങ്ങനെ വില്ലേജുകളെല്ലാം അതിനകത്ത് കൗണ്ട് ചെയ്യും. അപ്പോൾ 10 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലാണ് ഇത് പോകുന്നത്. അതായത് 5 കിലോമീറ്റർ റേഡിയസ് ആയി. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാകുന്ന ഒരു സംവിധാനമാണ് ഈ കിലോമീറ്ററിന്റെ സംവിധാനം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പരും കിട്ടും, വില്ലേജിന്റെ പേര് കിട്ടും. നമുക്ക് കുറച്ച് സൂം ചെയ്തൊക്കെ എടുക്കാം. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവേ നമ്പറൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് അല്പം ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ആ നമ്പറുകൾ കൃത്യമായിട്ട് ലോഡ് ചെയ്ത് വരും. ആ നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ആണ്. അതൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ലോഡായി വരും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.